आज शाम के समय आप सबके साथ प्रभु को धन्यवाद देने के लिए, प्रभु को महिमा करने के लिए, प्रभु मेरा जीवन में भी ऐसे एक मौका दिया, इसलिए मैं प्रभु को धन्यवाद देना चाहता हूँ। मेरा हिंदी उतना ही है, बाकी बात मैं मलयालम में करेगा। मेरा को उतना हिंदी नहीं जानता, इसलिए പ്രൈസ് ദി ലോർഡ്. कोई बात नहीं. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇവിടെയുള്ള ബീഹാറിലുള്ള ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, പ്രത്യേകിച്ച് പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജീനോട് ഒരുമിച്ച്, തന്റെ കുടുംബത്തോട് ഒരുമിച്ച്, ഇവിടെയുള്ള ദൈവമക്കളാണ് നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം സഹായിക്കുന്ന ഈ അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. और आज के दिन के लिए प्रभु को धन्यवाद देता हूं, खास करके परमेश्वर के दास जीन के और बिहार में जितने जो विश्वासी जन हैं उन लोगों के साथ मिलके प्रभु यीशु मसीह को आराधना करने के लिए सौभाग्य मिला. इसके लिए प्रभु को मैं धन्यवाद देता हूं. ഞാൻ ബീഹാറിൽ ഇതുവരെ വന്നിട്ടില്ല. വരുവാൻ തക്കോണം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കർത്താവിന്റെ ദാസൻ അവിടെ, പാസ്റ്റർ ജീൻ അവിടെ ശുശ്രൂഷിക്കുന്നത് കേട്ടപ്പോൾ മുതൽ എനിക്ക് അവിടെ കടന്നു വരണമെന്നും നിങ്ങളോടൊക്കെ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബീഹാറിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ആഴ്ചകളിലും കർത്താവിന്റെ ദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിപ്പാൻ തക്കോണം ദൈവം സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ എനിക്ക് ഇങ്ങനെ ബീഹാറിലേക്ക് കടന്നു വരുവാൻ തക്കോണം കർത്താവ് ഒരുക്കി ഈ അവസരത്തിനാണ് ഞാൻ ദൈവത്തെ. आमीन. थैंक यू. और मैंने जो है बिहार में आने के लिए बहुत इच्छा किया. कई बार जो है मैंने चाहा कि बिहार तक आके आप लोग का सेवागाई में जो है शामिल होने के लिए और आप लोग के साथ संगति करने के लिए, लेकिन मैंने जो है नहीं हो पाया. आज जो है इस प्रकार मैंने बिहार में आने के लिए प्रभु ने मुझे सहायता किया. इसके लिए मैं प्रभु को धन्यवाद देता हूँ. നിങ്ങളിൽ മിക്കവരെയും, എല്ലാവരെയും തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ നിങ്ങളെയൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ കാണുവാൻ തക്കോണം, നിങ്ങൾ പലരുടെയും പേര് പറഞ്ഞു പ്രാർത്ഥിപ്പാൻ തക്കോണം കർത്താവ് എനിക്കും എന്റെ കുടുംബത്തിനും ദൈവം സഹായിച്ചിട്ടുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. आमीन. आप लोग, कई लोगों को मैंने पहली बार देख रहा हूँ, लेकिन आप लोग का नाम मैं पहले से, कुछ लोगों का नाम मैं पहले से मालूम था और इसलिए आप लोग का नाम लेके आप लोगों के लिए हमेशा प्रार्थना करने के लिए परमेश्वर ने मुझे जो है मदद किया. നമ്മളെ എല്ലാവരെയും അറിയുന്ന, നമ്മുടെ എല്ലാവരുടെയും ഉള്ള അവസ്ഥ നന്നായി അറിയുന്ന, ലോകത്തിലുള്ള സകല ജനങ്ങളെ നന്നായി അറിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഈ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്നത്. और हम सबको जानने वाला, हम सबका हृदयों को जानने वाला, दुनिया का सारा लोगों को जानने वाला प्रभु के करीब में आज रात में हम लोग आ चुके हैं. നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കാം. परमेश्वर के वचन में हम लोग जाएंगे. അതിനു മുമ്പ് ഒരു നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിപ്പാൻ തക്കോണം ആഗ്രഹിക്കുന്നു. उसके पहले हम लोग अपने सिरों को झुके, आंखों को बंद करें, 1 मिनट हम प्रार्थना करें. हालेलुया. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനം ഞങ്ങൾക്ക് രക്ഷയായി, ഞങ്ങൾക്ക് വിടുതലായി, ഞങ്ങൾക്ക് സൗഖ്യമായി, ഞങ്ങൾക്ക് രൂപാന്തരമായി തീർക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 Thank you Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. जय मसीह की. Hallelujah. कुछ लोग खोल के जय मसीह बोलिएगा. Praise the Lord. Okay. നമ്മൾ മനുഷ്യനെ നമ്മൾ മനുഷ്യരെ മുഴുവനുമായി നോക്കുമ്പോൾ മനുഷ്യരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം അന്വേഷിച്ചുകൊണ്ടോ തെരഞ്ഞുകൊണ്ടോ ഒക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് മനുഷ്യരിൽ മൊത്തത്തിൽ കാണുവാൻ ഗുണം സാധിക്കും. हम लोग इंसान को आमतौर से देखिएगा तो इंसान का जीवन में जो है वो कुछ खोजी में है, कुछ तो खोजते रहते हैं. ये जो है भावना हम उसके अंदर में दिखाई देते हैं. ഞാനിവിടെ പല കൊച്ചു കുട്ടികളെയും കാണുന്നുണ്ട്. मैंने जो है कुछ छोटे बच्चों को भी यहाँ पे नजर आते हैं. നമുക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവനൊരു 4 അല്ലെങ്കിൽ 5 വയസ്സാകുമ്പോൾ നമുക്ക് അവനെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. और हम लोग को एक बच्चे होने के समय से ही हम लोग ये सोचते या योजना करते रहते हैं कि उसको कौन सा स्कूल में एडमिशन लेना है. സ്കൂളിലൊക്കെ പഠിച്ച് കോളേജുകളിലൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അന്വേഷിക്കുന്നത് നല്ലൊരു ജോലിക്ക് വേണ്ടിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. और स्कूल का जो है पढ़ाई पूरा होने के बाद, कॉलेज का पढ़ाई पूरा होने के बाद हम यही तलाश में रहेगा कि एक अच्छा नौकरी मिले.
അതിനുശേഷം നല്ലൊരു പങ്കാളിയെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെയോ എനിക്ക് നമുക്ക് കിട്ടാൻ തക്കോണം നമ്മൾ അതിനുവേണ്ടി അന്വേഷിക്കും. और उसके बाद जो है नौकरी मिलने के बाद एक अच्छा जीवन साथी को मिलने के लिए, अच्छा एक लड़का या लड़की मिलने के लिए हम उसी का खोज में लगे रहते हैं. അതിനുശേഷം നമ്മൾ നല്ലൊരു ഭവനം ആഗ്രഹിക്കും, വീണ്ടും നല്ലൊരു ജോലി ആഗ്രഹിക്കും. ഇങ്ങനെ നമ്മൾ പല അന്വേഷണങ്ങളിലുമാണ് നമ്മൾ എല്ലാ മനുഷ്യരും. और इसके बाद जो है हम लोग अच्छा घर को खोजेंगे. तो इस प्रकार देखिएगा तो हम लोग जो है दिन प्रतिदिन जो है नया खोजी में जो है लगे रहते हैं. ഈ നമ്മൾ മനുഷ്യൻ അന്വേഷിക്കുന്നത് പോലെ തന്നെ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവവും ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ രാത്രി ചിന്തിക്കാൻ പോകുന്നത്. और जैसे इंसान कुछ चीजों को खोजते हैं, वैसे हमें जो बनाया हुआ ईश्वर भी या परमेश्वर भी कई चीजों को खोज रहा है. उसी के बारे में हम लोग आज सुनेंगे और बात करेंगे. അതെന്താണെന്ന് നമുക്കറിയാൻ തക്കോണം സങ്കീർത്തനങ്ങൾ 14-ാം അധ്യായം 14-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം ദയവായി നമുക്ക് വായിക്കാം. तो उसको समझने के लिए हम लोग 14 भजन संगीता 14 का दूसरा पद जो है हम लोग उसके लिए पढ़ेंगे. भजन संगीता 14 अध्याय और उसका दूसरा पद. വായിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. परमेश्वर ने स्वर्ग में से मनुष्यों पर दृष्टि की है कि देखे कि कोई बुद्धिमान, कोई परमेश्वर का खोजी है या नहीं. നമ്മൾ ഈ ലോകത്തിൽ പല കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം ഈ ലോകത്തിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം നമ്മളെ നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിലെല്ലാവരും. आमीन. हाँ, हम लोग जो है अलग अलग चीजों को खोजी में है, अलग अलग चीज हम लोग खोजते रहते हैं. लेकिन परमेश्वर ये देखते हैं कि हम परमेश्वर को खोजने वाला कोई है या नहीं. उसी को प्रभु खोज रहा. ഞാൻ എൻ്റെ മകളോട് കൂടെ പറയാറുണ്ട്. കാരണം ദൈവം ഈ ഭൂമിയെയും ഈ ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഈ ഭൂമി എന്ന് പറഞ്ഞ ഒരു ഗോളം ചെറിയൊരു ബോൾ പോലെ മാത്രമാണ്. और मैंने जो है कभी बेटी को बताते हैं कि इस दुनिया के बारे में जब समझाने के वक्त में, इस दुनिया जो है परमेश्वर के नजर में एक बॉल जैसा है. ദൈവം ആ ബോൾ ഇങ്ങനെ പിടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബോൾ പിടിച്ച് പന്തിനെ നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കുന്നത് പോലെ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അന്വേഷിക്കുന്ന, എന്റെ മുഖം അന്വേഷിക്കുന്ന, എന്നോട് പ്രാർത്ഥിക്കുന്ന, എന്റെ കാര്യം നോക്കുവാന്നൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്ന് ദൈവം ഇങ്ങനെ നോക്കിക്കുകയാണ്. और प्रभु जो है वो गेंद को अपने हाथ में, मेरा भावना है, अपने गेंद को अपना हाथ में रखते हुए उसी में देखते रहते हैं. कोई व्यक्ति है उसमें जो मेरे खोजने वाला, कोई व्यक्ति है उसमें जो मेरी इच्छा को पूरा करने वाला, कोई व्यक्ति है उसमें जो मेरा इच्छा पर चलने वाला. ഈ രാത്രിയിലും ഈ ഹാപ്പി വാലി ചർച്ചിലുള്ള നിങ്ങളെല്ലാവരും നോക്കിക്കൊണ്ട് ദൈവം സന്തോഷിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ മുഖം നോക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കടന്നു വന്നു. തീർച്ചയായിട്ടും ദൈവം സന്തോഷിക്കുന്നു. അതിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകും. और आज जो है हैप्पी वाली चर्च के लोगों को देख के प्रभु खुश रहते हैं, क्योंकि प्रभु को खोजने के लिए आप लोग आए हैं. और जो परमेश्वर को खोजने के लिए आप लोग आने का जो आशीष और अनुग्रह प्रभु आपका जीवन में दे दिया जाएगा. പല സമയത്ത് നമുക്കൊരു സംശയം ഇങ്ങനെ ഉണ്ടാകും. ഞാൻ ദൈവത്തെ അറിഞ്ഞതാണ്, എനിക്ക് കുറച്ചൊക്കെ ദൈവത്തെക്കുറിച്ച് അറിയാം, ഇനിയിപ്പം ദൈവത്തെക്കുറിച്ച് ഇനി അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. और कभी कभी हम लोग ये सोचते हैं कि हमें प्रभु के बारे में जानते हैं और परमेश्वर के बारे में काफी मैंने जान चुके हैं. आपसे जो है परमेश्वर के बारे में ज्यादा जानने का जरूरत नहीं है. എന്നാൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. लेकिन हम लोग जो है परमेश्वर का वचन को देखेंगे, कब कब जो है हम प्रभु को खोजना है या प्रभु का खोजी बनना है, उसके बारे में परमेश्वर का वचन क्या कहते हैं, पवित्र शास्त्र क्या कहते हैं, उसको हम लोग देखेंगे. ഒരുപാട് സന്ദർഭങ്ങളിൽ ദൈവഭക്തന്മാർ ദൈവത്തെ അന്വേഷിച്ചിരുന്നവരെ കുറിച്ച് നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുന്നുണ്ട്. അവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും അവർ ദൈവത്തെ അന്വേഷിച്ചിരുന്നു, അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം അവർ സ്ഥാപിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. और परमेश्वर का वचन में देखेंगे
तो अलग अलग काल में, अलग अलग वक्त में प्रभु को खोजने वाला एक झुंड के बारे में, एक लोगों के बारे में बाइबल हमें सिखा रहा है। और वे लोग जो है हमेशा प्रभु के साथ एक अच्छा रिश्ता जो है बना के रखा था। ഓർക്കുക, നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ നമ്മൾ കണ്ട ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ ഞാൻ അന്വേഷിച്ചു, ഇനി ഞാൻ അങ്ങ് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും ദൈവം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞ ഞാൻ, ദൈവത്തെ ഒരിക്കൽ ഞാൻ അന്വേഷിച്ച ഞാൻ, ദൈവത്തെ ഒരിക്കൽ അറിഞ്ഞ ഞാൻ വീണ്ടും ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണോ എന്ന് വീണ്ടും ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. और हम लोग सोचेंगे एक बार हम परमेश्वर को खोजा मिल गया तो इसके बाद हम अपना मर्जी पर जिएंगे, लेकिन समझना चाहिए कि आपको परमेश्वर फिर भी जो है जैसे गेंद में देखते रहते हैं वैसे देखते रह रहा है कि इन्होंने मेरे मेरे बारे में जान लिया था, अभी भी वो मेरा जो है इच्छा पर चलते हैं, अभी फिर से उन्होंने जो है मेरा खोजी रह रहा है कि नहीं, उसी के बारे में प्रभु फिर से खोजते हैं। നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണം സാധിക്കും? നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സങ്കീർത്തനങ്ങൾ തന്നെ അതിന്റെ 63-ാം അധ്യായം 1-ാം വാക്യം. 63-ാം സങ്കീർത്തനം 1-ാം വാക്യം. और हम लोग कब कब परमेश्वर को खोजना है, परमेश्वर का वचन जो है ये सब के बारे में स्पष्ट में बताया गया है। भजन संहिता में ही भजन संहिता 63 अध्याय उसका पहला पद, ദൈവമേ നീ എന്റെ ദൈവം, അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. मैं, हे परमेश्वर तू मेरा परमेश्वर है, मैं तुझे यत्न से भोर में ढूंढेंगे। നമ്മൾ നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് നമുക്കറിയാം, ഒരു രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴാണ് അവന്റെ ആ ദിവസം തുടങ്ങുന്നത്. और हमें मालूम है कि हम लोग का जो है जिंदगी शुरू होते हैं किस भोर में या सवेरे हम लोग का जीवन शुरू होते हैं एक दिन का। നമ്മളുടെ ജീവിതം ഒരിക്കൽ തുടങ്ങി, ഒരു ശിശുവായി നമ്മൾ ജനിച്ചു, നമ്മുടെ ഓരോ ദിവസം അങ്ങനെ നമ്മുടെ ജീവിതം തുടങ്ങി. പിന്നെ നമ്മുടെ ഓരോ ദിവസങ്ങളും തുടങ്ങുന്നത് ഒരു രാവിലെ ഓടുകൂടിയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. और हम लोग जो है एक शिशु जैसा इस दुनिया में आ गया, जन्म ले लिया, इसके बाद जो है प्रत्येक दिन जो शुरू होने के लिए सवेरे होते हैं और सवेरे से हमारा जीवन जिंदगी या जो है एक नया जिंदगी शुरू होता है। ഒരു പുതിയ ജീവൻ ഓരോ ദിവസം നമുക്ക് തുടങ്ങുന്നു. ആ തുടങ്ങുമ്പോൾ തന്നെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവത്തെ അന്വേഷിക്കണം. और एक नया जो है जिंदगी उस दिन शुरू हो रहा है, जिस दिन शुरू होने के वक्त से ही प्रभु हमसे चाहता है कि हम परमेश्वर को खोजने वाला व्यक्ति बने। ചില കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനോട്, ഞാൻ കൊച്ചു കുട്ടികളോട് സംസാരിക്കാൻ ഞാൻ പറയാറുണ്ട്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ, അച്ഛാ എന്റെ ടോയ് എന്തിയെ, അതൊക്കെ ചോദിച്ചുകൊണ്ടല്ലോ നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. നമ്മൾ എഴുന്നേറ്റ് വരേണ്ടത് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ നമ്മുടെ ജീവിതം തുടങ്ങാൻ. और मैंने जो है छोटे बच्चे को जो है कहते हैं, और जो संडे स्कूल वाला बच्चे से जो है कहते हैं कि सवेरे जब जाग के आने के वक्त में कि माँ मेरा ब्रेकफास्ट तैयारी हो गया, मेरा नाश्ता तैयारी हो गया, ये सब पूछ के नहीं आना चाहिए। और बच्चे लोगों से मैंने बोलते हैं सवेरे जब उठते हैं तुरंत प्रभु को धन्यवाद देते हुए, प्रभु के नाम को स्तुति करते हुए, परमेश्वर से प्रार्थना करते हुए उसी दिन शुरू होना है। നമ്മളുടെ ജീവിതം തുടങ്ങുന്നത് ദൈവത്തോടു കൂടി ആയിരിക്കണം. ഒരു ദിവസം തുടങ്ങുന്നത് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രയത്നങ്ങളും നമ്മൾ തുടങ്ങുന്നത് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടായിരിക്കണം. और हमारा जीवन का हर एक दिन जो शुरू होना चाहिए प्रभु को खोजते हुए होना चाहिए। जीवन का हर एक काम जो शुरू करने से पहले हम प्रभु को खोजने वाला एक अवस्था हमारा जीवन में आना चाहिए सवेरे। നമ്മൾ ദൈവത്തോടു കൂടെ ജീവിക്കുന്നവരാണെങ്കിലും, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. हम लोग परमेश्वर से प्रार्थना करने वाला व्यक्ति है, इसके बाद भी हमारा जीवन में परेशानी और कष्ट जो है आते रहेगा। ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമുഖം തേടിക്കൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നു. പക്ഷെ ചിലപ്പോൾ ആ ദിവസം നമുക്ക് വേദന ഉളവാക്കുന്ന സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. तो हम लोग जो है जैसे अभी देखा है कि हम लोग परमेश्वर से जो है खोजते हुए उसी दिन शुरू किया
और सवेरे प्रार्थना करके जो है उसी दिन शुरू किया। इसके बाद भी हमारा जीवन में वेदनाजनक या परेशानी होने वाला अलग अलग अवस्था आ सकता हो, वो हमें समझना चाहिए। ആ സമയത്ത് നാം എന്ത് ചെയ്യും? നാം ആരെ അന്വേഷിക്കും? എന്റെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, എന്റെ ജീവിതത്തിൽ ഒരു കഷ്ടം വരുമ്പോൾ, എന്റെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അവസ്ഥ വരുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് എന്താണ്? ഞാൻ അന്വേഷിക്കുന്നത് ആരെയാണ്? और उस वक्त में हम लोग क्या करेंगे कि मेरे जीवन में कष्ट आने के वक्त में, मेरे जीवन में आंसू आने के वक्त में, दर्द आने के वक्त में मैं किसको खोजेंगे, मैं क्या कर सकता हूं? ദൈവവചനത്തിൽ ഞാൻ എല്ലാ ഭാഗങ്ങളും വായിക്കാൻ തക്കൊണ്ട് താല്പര്യപ്പെടുന്നില്ല. യെശയ്യാ പ്രവചന്റെ പുസ്തകം അതിന്റെ 55-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. യെശയ്യാവ് 55-ന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ഞാനത് വായിക്കാം. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. और हम लोग जो है, मैंने उसका जवाब के लिए पूरा पद पढ़ना नहीं चाहता हूं बाइबल से, लेकिन यशायाह नबी का किताब उसका 55 अध्याय 6 पद में एक पद जो है हमें पाए जाते हैं। वहां पर इस प्रकार लिखा है कि जब तक यहोवा मिल सकता है तब तक उसी की खोज में रहो। ഹല്ലേലൂയ. നമ്മുടെ ഈ പ്രത്യേക സാഹചര്യം നമുക്കറിയാം, ലോകം മുഴുവൻ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും തന്നെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന്റെ ദുരവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം ദൈവം എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവത്തോട് അടുത്ത് വരുവാൻ തക്കവണ്ണമാണ്. और हम लोग अभी जो है एक बुरे अवस्था के द्वारा गुजर रहा है, परेशानी से गुजर रहा है, महामारी से गुजर रहा है। और इस वक्त में हर एक इंसान के बारे में, हर एक लोगों के बारे में, हर एक मानव जाति और देश के बारे में प्रभु चाहता है कि हम प्रभु के निकट आए, प्रभु के करीब आए। ഇവിടെ പറയുന്നു, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റിയ നല്ലൊരു സമയം. ദൈവം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം നല്ലൊരു സമയം എല്ലാവർക്കും ദൈവം തന്നിരിക്കുകയാണ്. और ये जो है अच्छा वक्त है, यहाँ पे हम लोग ये पढ़ा है, यहोवा जब तक यहोवा मिल सकता है तब तक उसी का खोज में रहो। तो मैं कहने का मतलब यह है कि अभी जो महामारी के समय जो है प्रभु ने दिया है कि हम प्रभु का खोजी में रहने के लिए और प्रभु से मिलने के लिए और परमेश्वर के बारे में जो है समझने का समय प्रभु ने हमें दिया हुआ है। നമ്മുടെ കഷ്ടതയുടെ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ ദൈവത്തോടു കൂടെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്, ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തെ, നമ്മൾ തുടങ്ങുന്ന എല്ലാ പ്രയത്നങ്ങളുടെ തുടക്കത്തിലും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങണം. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ കണ്ടത് കഷ്ടതയുടെ സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ തക്കവണ്ണമല്ല, ദൈവത്തെ ആശ്രയിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. मैंने आपसे बताया कि आपने जो है एक दिन शुरुआत करने से पहले परमेश्वर को खोजते हुए, प्रार्थना करते हुए और कुछ समय प्रभु के सामने जो है समय बिताते हुए आपको इस्तेमाल करना है। और मैंने अभी जो बताना चाहता है कि उसके बाद भी हो सकता है कष्टता या कष्ट या परेशानी हमारा जीवन में आने के वक्त में भी हमें जो है वही प्रभु से फिर से हमें खोजना है। ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, താൻ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ, ദൈവത്തെ വിളിച്ചപ്പോൾ തനിക്ക് ലഭിച്ച വിടുതലിനെ കുറിച്ച് സുവിശേഷത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 46 മുതലുള്ള വാക്യങ്ങളിൽ हम लोग जो है इसी प्रकार परमेश्वर को खोजा हुआ व्यक्ति जिनको छुटकारा मिला है उसी के बारे में जो है हम लोग बाइबल में जो है देख सकता हूं। मरकुस सुसमाचार 10 अध्याय उसका 46 पद से जो है उस व्यक्ति के बारे में हमें पढ़ सकता है। ദയവായി എല്ലാവരും ആ ഭാഗം എടുത്ത് വായിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു. मैंने चाहता हूं कि आप लोग सब जो है अपना बाइबल को खोल दे और मरकुस सुसमाचार 10 अध्याय उसका 46 पद से आप पढ़िए या आप अपना नजर उसमें रखिए, ध्यान उसमें रखिए। ഇവിടെ പറയുന്നത് നമുക്കറിയാം, ഏകദേശം 2000-ഓളം വർഷം മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവമാണിത്. അവിടെ യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഒരു കുരുടനായ ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് വഴി സൈഡിൽ ഇരിക്കുകയാണ്. അദ്ദേഹം യേശു പോകുന്ന വാർത്ത കേട്ടു. ആ വാർത്ത കേട്ടപ്പോൾ
യേശുവിനോട് താൻ അപേക്ഷിക്കുകയാണ്, യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നു. और यहाँ पे जो है एक अंधा व्यक्ति के बारे में जो है हम लोग जो है पढ़ते हैं। और वो व्यक्ति जब भीख मांगने के लिए जब बैठा हुआ था और सुनने में आया कि यीशु मसीह उस रास्ता से गुजर रहा है, तो जब यीशु मसीह का आवाज उसके कान में आया तो उन्होंने तुरंत चिल्लाने लगा यीशु मसीह से, यीशु मसीह मुझे चंगा कीजिए। 47 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, 47 पद में हम लोग इस प्रकार पढ़ते हैं, നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. और 47 में लिख रहा है वो ये सुनकर कि यीशु नासरी है, पुकार कर कहने लगा, हे दाऊद की संतान यीशु मुझ पर दया कर। ഇവിടെ നമുക്കറിയാം ഈ ഭിക്ഷക്കാരൻ കുരുടനാണ്. താൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശു സൗഖ്യമാക്കുന്ന ആളാണ്, യേശു വിടുതൽ നൽകുന്ന ആളാണ് എന്ന് താൻ കേട്ടിട്ടുണ്ട്. പക്ഷെ യേശുവിനെ ഇതുവരെ കാണുവാനോ അല്ലെങ്കിൽ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുവാനോ എനിക്ക് ഇതുവരെ സാധിക്കാത്ത ഒരു വ്യക്തിയാണ്. और इन्होंने जो है अंधा व्यक्ति है और इनको यीशु मसीह के बारे में कई बार सुना है, लेकिन अभी तक मौका नहीं मिला यीशु मसीह के पास आने के लिए या यीशु मसीह से मिलने के लिए। എന്നാൽ യേശു താൻ ഇരിക്കുന്ന ഭിക്ഷ യാചിക്കുന്ന സ്ഥലത്തിന് മുൻപിൽ കൂടെ യേശു നടന്നു പോകുന്നു എന്ന് താൻ കേട്ടപ്പോൾ താൻ യേശുവിനോട് നിലവിളിക്കുവാൻ തുടങ്ങി. लेकिन इन्होंने जब सुनने में आया कि जहां से वो भीख मांग रहा है उसके रास्ता से यीशु मसीह गुजर रहा है, उसी वक्त से इन्होंने जो है प्रभु यीशु मसीह से पुकारने लगा। തന്റെ ആവശ്യം ഇത് മാത്രമേ ഉള്ളൂ, യേശുവേ എന്നോട് കരുണ തോന്നണമേ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇതാണ് തന്റെ നിലവിളി. और उसका जो है जरूरत बहुत सीमित है। उन्होंने प्रभु से बोल रहा है मुझ पर दया कर यीशु, मुझ पर दया कर, क्योंकि दया के लिए उन्होंने पुकार रहा। നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുപോലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദൈവം എനിക്ക് നല്ലപോലെ പ്രാർത്ഥിപ്പാൻ കൊണ്ട് കഴിയുന്നില്ലല്ലോ, എനിക്ക് നല്ലപോലെ നല്ല വാചകത്തിൽ ഒരുപാട് നേരം ഒന്നും പ്രാർത്ഥിപ്പാൻ കൊണ്ട് കഴിയുന്നില്ലല്ലോ, എന്റെ പ്രാർത്ഥന യേശു കർത്താവ് കേൾക്കുമോ എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. और हम लोग का जीवन में भी इस प्रकार का कष्ट या परेशानी या वेदना, संकट होने के वक्त में हम लोग अपने मन में पूछ सकता हूं कि प्रभु मुझे अच्छा तरीका में प्रार्थना कर पा रहा है, और जितना लंबा मैंने पहले प्रार्थना कर रहा था उतना लंबा प्रार्थना नहीं हो पा रहा है, और मेरा जो है भाषा उतना शुद्ध तरीका में मुझे प्रार्थना भी नहीं कर पा रहा है। इस प्रकार का सोच हो सकता है हमारा मन में आएगा। എന്നാൽ ഇവിടെ ഈ മനുഷ്യൻ തന്റെ പ്രാർത്ഥനയുടെ സാരാംശം ഇത് മാത്രമുള്ളൂ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. लेकिन यहाँ पे जो है ये व्यक्ति का जो है शब्द केवल ही बोलते जा रहा है कि यीशु मसीह मुझ पर दया कर, यीशु मसीह मुझ पर दया कर, और कोई बात जो है नहीं बता रहा है। ഇവിടെ നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്ന ഒരു രസകരമായ കാര്യം, യേശു അതിനെ ഗൗനിക്കാതെ മുമ്പോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നിപ്പോകുന്നു. और ये पढ़ने के वक्त में हमें ये लगता है कि यीशु आवाज को अनसुनी करके थोड़ा बहुत आगे बढ़ रहा है। ഇവൻ ഇങ്ങനെ നിലവിളിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. और इन्होंने पुकारते ही रह रहा। അത് കേൾക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ പറയുകയാണ്, നീ മിണ്ടാതിരി, നീ അവിടെ അടങ്ങിയിരിക്കും, നീ കിടന്ന് ബഹളം വെക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ ശാസിച്ച് അവനെ ഒതുക്കുകയാണ്. और जब उन्होंने पुकारने के वक्त में कुछ लोग जो है उसको शासन दे रहा है कि खंडन कर रहा है, तुम चुपचाप रहो, तुम ज्यादा मत बोलो कि करके उसको डांट रहा है। പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മൾ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, കർത്താവിനെ നമ്മൾ സേവിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും പലരും നമ്മളെ തടയുവാൻ തക്കവണ്ണം, നീ പ്രാർത്ഥിക്കണ്ട, നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട, നീ ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ യേശുവിന് വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് ചോദിച്ച് നമ്മളെ ശാസിക്കുന്ന പലരും നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധ്യതയുണ്ട്. और जब हम लोग प्रार्थना करने के वक्त में, जब हम लोग प्रभु से विनती करने के वक्त में, हो सकता है आपका पड़ोस में, आपका समाज में, आपका परिवार में लोग आएगा और पूछेगा, आप इस प्रकार क्यों चिल्ला रहा है, आप इस प्रकार क्यों प्रार्थना कर रहा है, आप इस प्रकार जो है क्यों इस प्रकार जो है आपने जो है क्यों परमेश्वर से विनती कर रहा है। इस प्रकार आपके जो है पड़ोसी से, आपके जो है अलग अलग जगह से लोग आके आपसे पूछने लगेगा
कि आपको प्रार्थना करने की जरूरत नहीं है या आपको प्रार्थना करने के विषय में आपको निंदा करने लगेगा। ഇവിടെ ഈ ഭിക്ഷക്കാരന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അവനെ മിണ്ടാതാക്കുവാൻ തക്കവണ്ണം അവന് ചുറ്റുപാടും ഉണ്ടായിരുന്ന ജനം അവനെ ശാസിച്ചു. എന്നാൽ അത് വകവയ്ക്കാതെ അവൻ വീണ്ടും അവന്റെ പ്രാർത്ഥന തുറന്നുകൊണ്ടേയിരുന്നു. लेकिन यहाँ पे जो है ये भिखारी को भी यही हुआ है कि उन्होंने जो है प्रार्थना कर लिया था, लेकिन लोग आके उसको दबाने लगा, बोलने लगा कि अब मत बोलो, अब नहीं चिल्लाना नहीं है। जब दबाने लगा तो उन्होंने जो है उसको नहीं देखा, उस पर ध्यान नहीं किया, वो अपना प्रार्थना कंटिन्यू करते रहा और प्रार्थना में आगे बढ़ते गया। പ്രാർത്ഥന ചെയ്തു എന്ന് മാത്രമല്ല, അവൻ അധികം ശക്തിയോടുകൂടെ അധികം നിലവിളിച്ച യേശുവിനോട് തന്റെ പ്രാർത്ഥന തുടർന്നു. ആ പ്രാർത്ഥന കേട്ടപ്പോൾ യേശു അവിടെ നിന്നു. और केवल जो है प्रार्थना करते जा रहा नहीं था कि उन्होंने और चिल्लाया लिखा है या और पुकारा लिखा, मैंने अधिक शब्द में पुकार लिया, और उस वक्त में यीशु मसीह जो है इनका आवाज को सुनते हुए वहां पे रुक गया। ഇവിടെ നമ്മൾ നോക്കുക പ്രിയമുള്ളവരെ, ഇവന്റെ കർത്താവ് നമ്മളെ വിട്ടു പോകുന്നത് പോലെ തോന്നിയിട്ടും ഈ ഭിക്ഷക്കാരൻ താൻ അധികം നിലവിളിച്ചത് കൊണ്ട് യേശുവിനെ തന്റെ പ്രാർത്ഥന കൊണ്ട് അവിടെ നിർത്തുവാൻ തക്കവണ്ണം ഈ ഭിക്ഷക്കാരൻ, ഈ കുരുടനായ ഭിക്ഷക്കാരന് സാധിച്ചു. അത് മാത്രമല്ല, യേശു തന്നെ ഈ ഭിക്ഷക്കാരനെ തന്റെ അടുക്കിലേക്ക് വിളിച്ച് അവന് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് തുറന്നുള്ള വാക്യത്തിൽ കാണാൻ സാധിക്കും. और जो है हम लोग यहाँ पे देखना है, जब यीशु अनसुनी करके आगे बढ़ने के वक्त में ही इसका प्रार्थना के वजह से, इसका आवाज के वजह से यीशु मसीह वहां पर रुका हुआ है, और यीशु मसीह इनको अपने पास बुलाते हुए इनको चंगाई दे रहा है। वो जो है आगे वाला पद में हम लोग दिखाई देते हैं। അവിടെ അതിന്റെ 51-ാം വാക്യം ഇപ്രകാരം കാണുന്നു. 51-ാം വാക്യം, 51 पद जो है इस प्रकार कहते हैं, യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. इस पर यीशु ने उससे कहा, तू क्या चाहते हैं कि मैं तेरे लिए करूं? अंधे ने उसे कहा, हे स्वामी, ये कि मैं देखने लगूं। യേശു അതിന്റെ 52-ാം വാക്യം ഇപ്രകാരം കാണുന്നു. അടുത്ത വാക്യം 52 पद जो इस प्रकार पढ़ते हैं, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. 52 पद में लिखा है, यीशु ने उसे कहा, चले जा, तेरा विश्वास ने तुझे चंगा कर दिया है। वो तुरंत देखने लगा और मार्ग में उसके पीछे हो लिया। അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നു. और आखिरी पद में यीशु मसीह उनसे बात कर रहा है कि बोल रहा है, तुम्हारा विश्वास, तेरे विश्वास ने तुझे चंगा कर दिया। നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ചുമ്മാതെ അങ്ങ് അന്വേഷിക്കുകയല്ല ചെയ്യേണ്ടത്, വിശ്വാസത്തോടുകൂടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന്, ഞാൻ അന്വേഷിക്കുന്ന ദൈവത്തെ എന്തിനു വേണ്ടി ഞാൻ വിളിക്കുന്നുവോ ആ കാര്യത്തിന് ദൈവം എനിക്ക് മറുപടി നൽകി തരും, അത് പൂർണ്ണമായ മറുപടി നൽകി തരും എന്നുള്ള വിശ്വാസത്തോടുകൂടെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശു നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, നമ്മളെ വിടിവിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ കഷ്ടാവസ്ഥയിൽ, നമ്മളായിരിക്കുന്ന എല്ലാ ദുരിതാവസ്ഥകളിൽ നിന്നും നമ്മളെ വിടിവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. और इसलिए जब परमेश्वर को हम खोजने के वक्त में एक चीज याद रखना जरूरी है कि विश्वास के साथ हम उसको खोजिए। बिना विश्वास के साथ हम उसको खोजने से कोई फायदा नहीं। जब प्रार्थना करने के वक्त में ये समझ के प्रार्थना करना कि प्रभु मेरा प्रार्थनाओं को सुनेंगे, प्रभु मुझे जवाब देंगे, और इस प्रकार हम लोग प्रार्थना करेंगे, प्रभु को पुकारेंगे, तो प्रभु जो है हमें बुला के अपने पास हमें बुलाने वाला और हमारा जीवन का परेशानी को दूर करने वाला प्रभु है। നിന്റെ വിശ്വാസം, അവസാനം യേശു പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഏതെങ്കിലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന നമ്മുടെ ഏതെങ്കിലും സമർപ്പണങ്ങളോ അല്ലെങ്കിൽ വസ്തുവകളോ കാര്യങ്ങളോ അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുന്ന ആരുണ്ട്, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും, ഞാൻ ദൈവസ്ഥനിൽ വെക്കുന്ന എന്റെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും എന്റെ വേദനകളും കണ്ണുനീരുകളും എല്ലാം മാറ്റി തരുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് ഈ ദൈവം എന്നുള്ള വിശ്വാസത്തോടുകൂടെ
ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. और प्रभु जो है देखते रहते हैं विश्वास के साथ उसको खोजने वाला व्यक्तियों को। केवल खोजना काफी नहीं है, विश्वास के साथ हम उसको खोजना चाहिए, क्योंकि हमारा परेशानी के बीच में, दिक्कत का बीच में मेरे प्रार्थना प्रभु सुनेंगे और वो जो है मुझे तरस खाएंगे। यही सोच के वही विश्वास हमारा हृदय में रखते हुए हम प्रभु का पीछे जो है जाना चाहिए। हालेलुया। പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാം. മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല സാഹചര്യം നമ്മൾ കാണുമ്പോൾ, പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. എന്നാൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ആ ഒരു ബലഹീനമായ അവസ്ഥയിൽ നമ്മളെ സഹായിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരും. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ദൈവം ഇപ്രകാരം കാണുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. വിശ്വാസം ദൈവത്തെ അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. और तो इसलिए मैंने आपको बताना चाहता है कि जब हम लोग प्रार्थना करने के वक्त में विश्वास के साथ हम प्रभु के पास आए, क्योंकि विश्वास करके जो है प्रार्थना करेंगे, हो सकता है समय लगने दीजिए, इसके बाद भी प्रभु हमारे लिए करेंगे। यही विश्वास के साथ हम प्रार्थना करें और प्रभु हमारा जो है कार्यों का ऊपर में जो है कार्य करेंगे। क्योंकि इब्रानी के पत्र में हम लोग पढ़ते हैं 10 अध्याय में, अब इसी प्रकार लिखा है जो प्रभु के पास आते हैं उसको विश्वास होना चाहिए कि प्रभु है। तो विश्वास बिना ढूंढना हमसे जो है नहीं हो पाएगा। ആമേൻ. ഈ രാത്രിയിൽ ഞാൻ മനസ്സിലാക്കുന്നു, പ്രയാസങ്ങൾ കൂടെ കഷ്ടതകൾ കൂടെ നിലവിളിക്കുന്ന ചില ജീവിതങ്ങൾ, നിലവിളിച്ച് മടുത്തുപോയ ചില ജീവിതങ്ങൾ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അവസ്ഥകൾ എന്തു തന്നെയാണെങ്കിലും, നിങ്ങളെ അലട്ടുന്ന രോഗമാണെങ്കിലും, നിങ്ങളെ അലട്ടുന്ന സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിലും, മറ്റേതെങ്കിലും പ്രയാസങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും നിങ്ങൾ നിലവിളിക്കുന്ന നിർത്തണ്ട. നിങ്ങളുടെ നിലവിളി തുടർന്നുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കണ്ട. ഈ രാത്രിയിൽ നിങ്ങളുടെ നിലവിളി അധികമാക്കുന്നുവെങ്കിൽ, വിശ്വാസത്തോടുകൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ട വിടുതലുകൾ, സൗഖ്യം തരുവാൻ തക്കവണ്ണം യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. आमीन। आज जो है मेरे समझ में आ रहा है कि आज जो है बहुत दर्द के साथ आया हुआ लोग है, बहुत परेशानी के साथ आया हुआ लोग है। हो सकता है आप अपनी बीमारी के लिए प्रार्थना कर रहा होगा, हो सकता है अपना आर्थिक समस्या के लिए प्रार्थना कर रहा होगा, कोई छुटकारा आपको नहीं मिला होगा। लेकिन मैंने फिर से आपको बताना चाहता है, विश्वास के साथ आप प्रार्थना कीजिए और आवाज उठा के प्रार्थना कीजिए। हालेलुया। और परमेश्वर जो है आपका प्रार्थना सुनेंगे। विश्वास के साथ प्रार्थना करेंगे तो एक दिन जो है आपका जीवन में छुटकारा होगा। तो इसलिए अभी जो नहीं हो रहा है उसी के बारे में आप सोच के परेशान होने की जरूरत नहीं है। യേശു പറഞ്ഞു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 9-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ലൂക്കോസ് 11:9. और हम लोग यीशु मसीह जो है कहा है लूका 11:9 में कि मांगोगे तुम्हें दिया जाएगा, ढूंढोगे तो तुम पाओगे, खटखटाओगे तो तुम्हारे लिए खोला जाएगा। അതിന്റെ അടുത്ത വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നുണ്ട്: ഒരു മനുഷ്യൻ തന്റെ മകൻ, ഒരു പിതാവിനോട് തന്റെ മകൻ ഒരു അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? और इसके जो है आगे वाला पद में हम लोग पढ़ते हैं, क्योंकि वहां पे इस प्रकार लिखा है 11 में 11:11 वाक्य, तुम में से ऐसा कौन पिता होगा कि जब उसका पुत्र रोटी मांगे तो उसे पत्थर दे, या मछली मांगे तो मछली के बदले उसे सांप दे, या अंडा मांगे तो उसे बिच्छू दे। अतः जब तुम बुरे होकर अपने बच्चों को अच्छे वस्तुएं देना चाहते हो तो स्वर्गीय पिता अपने मांगने वालों को पवित्र आत्मा क्यों नहीं दूंगा। പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മക്കളായ നമ്മൾ നമ്മുടെ പിതാവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും സൗഖ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സമാധാനം ചോദിക്കുമ്പോൾ അതിന് പകരം മറ്റു യാതൊന്നും തരത്തിൽ അവൻ സ്നേഹമുള്ള പിതാവാണ്. ഈ ലോകത്തിലെ പിതാക്കന്മാരായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം
അവർ നമ്മളോട് ഒരു ചോക്ലേറ്റ് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചോക്ലേറ്റ് തന്നെ മേടിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയൊരു മുട്ടായി എങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കുവാൻ കൊണ്ട് നമ്മൾ തയ്യാറാകും. അതിന് പകരം നമ്മൾ ദോഷമായ ഒന്നും നമ്മൾ അവർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്നേഹവാനായ ദൈവം, ദൈവത്തിന്റെ പേര് തന്നെ സ്നേഹമെന്നാണ്, ആ സ്നേഹവാനായ ദൈവം നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ കരുണ തോന്നി നമുക്ക് വേണ്ടി ആ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഈ രാത്രിയിലും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. आमेन। तो हमारा जो है इस दुनिया का पिता जो है, आप मान के चलिए कोई बच्चा चॉकलेट मांगेगा तो हम लोग क्या देंगे उसको? चॉकलेट ही हम देना चाहते हैं, उसकी जगह पे हम और कुछ नहीं खरीद के देंगे। मान के चलिए हमारे पास पैसा नहीं है तो कम से कम हम उसको टॉफी खिलाना चाहते हैं। तो इस दुनिया का पिता जो है अपना जो है बच्चे को अच्छा अच्छा दान जब देना चाहते हैं, हमारा स्वर्गीय पिता जो स्नेह का पिता, उसका नाम भी जो है प्रभु प्यार है, तो वो प्यार करने वाला पिता हम लोग का मांगों को कितना अधिक पूरा करेंगे, कितना अधिक आपका मांगों पर जो है ध्यान लगाएंगे। हालेलुया। ഈ രാത്രിയിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം മനസ്സ് വെച്ച, ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളായ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ അന്വേഷിച്ച, ദൈവമുഖം നോക്കിയ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ആരും ഇതുവരെയായിട്ടും നിരാശരായി പോയിട്ടില്ല. ഈ നമ്മൾ വായിക്കുന്ന ദൈവവചനത്തിലെ ചരിത്രങ്ങൾ നോക്കിയാൽ ദൈവത്തെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ കൃതാർത്ഥരായി തീർന്നിട്ടുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ചും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിപ്പാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. ഈ വചനം നമുക്കറിയാം സത്യവേദ പുസ്തകമാണ്. ദൈവം സത്യമാണ്. ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം തന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം പറഞ്ഞ പോലെ തന്നെ ദൈവം ചെയ്യും. ആകയാൽ ഈ രാത്രിയിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സ് വെച്ചവരായ നിങ്ങൾ അതിൽ മടുത്തു പോകാതെ തുടർന്നും ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആവശ്യമായ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. तो देखिए हम लोग जो है कई व्यक्ति के बारे में मुझे बोलने के लिए है, लेकिन समय का कमी के कारण मैं बोलना नहीं चाहता हूं कि जो लोग प्रभु को खोजते हैं उसका जीवन कभी भी लज्जित नहीं हुआ है। बाइबल में भी हमें बहुत सारे उदाहरण पाए जाते हैं। कई उदाहरण बाइबल से खुद जो है हम लोग को दिखाई देते हैं। जो लोग सच्चे दिल से प्रभु को ढूंढा उसका जीवन में कभी भी निंदा होने का जो है परेशानी होने का अवस्था परमेश्वर ने नहीं दिया। हम लोग जो है हमारे हाथ में जो हम लोग जो पढ़ते हैं वो प्रभु का वचन है, और वो परमेश्वर का वचन जो है हर एक बात उसमें जितना चीज लिखा हुआ है सच है, और वो वचन जो है आपके लिए है। आप उसको पढ़ने के वक्त में वो वचन भी आपका जीवन में पूरा करेंगे। हालेलुया। ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് പലപ്പോഴും സാധാരണയായിട്ട് മനുഷ്യന് തോന്നുന്നൊരു ചോദ്യമാണ്, ദൈവത്തെ അന്വേഷിക്കുന്നത് അങ്ങനെ ക്ലേശകരമായ ഒരു കാര്യമല്ലേ? ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകണ്ടേ? ഏതെങ്കിലും ദൂരെയുള്ള സ്ഥലങ്ങളിൽ, ഏതെങ്കിലും മലകളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പവിത്രമായ സ്ഥലങ്ങളിൽ പോയി വേണ്ടേ എനിക്ക് ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം? അത് ചെലവുള്ള കാര്യമല്ലേ? അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ തോന്നാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ തോന്നാൻ തക്കൊണ്ട് സാധ്യതയുണ്ട്. और ऐसा एक सोच हो सकता है, हमारा मन में आ सकता है कि प्रभु को खोजने के लिए हमें कहीं जाना पड़ता है ना, कहीं तीर्थ स्थल में घूमना पड़ता नहीं, हमें कहीं पहाड़ के ऊपर में या कहीं अकेले रह के जो है करना नहीं पड़ेगा, कि परमेश्वर को खोजना जो है वह बहुत दिक्कत का बात है, परेशानी का बात है। इस प्रकार जो है हो सकता है कुछ लोग समझेंगे। എന്നാൽ ദൈവവചനം അതിനെ കുറിച്ച് എന്ത് പറയുന്നു? വെളിപ്പാട് പുസ്തകം, തിരുവചനത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം, അതിന്റെ 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. तो परमेश्वर का वचन जो है उसी के बारे में क्या कहते हैं? तो इसलिए हम प्रकाशित वाक्य में हम जाएंगे 3 अध्याय और उसका 20वां पद जो है हमसे बात करे। ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. वहां पे लिखा है, देखो मैं द्वार पर खड़ा हुआ खटखटाता हूँ, यदि कोई मेरे शब्द सुनकर द्वार खोलेगा तो मैं उसके पास भीतर आकर उसके साथ भोजन करूंगा और वो मेरे साथ। ദൈവവചനം ആദ്യമായിട്ട് കേൾക്കുന്ന, യേശുവിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം നമ്മൾ അധികം പ്രയത്നങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നു, യേശു കർത്താവ് നമ്മുടെ ഹൃദയവാതിലിന്റെ പുറത്തു നിന്നുകൊണ്ട് മുട്ടുകയാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവൻ സമീപസ്ഥനായി നമ്മളുടെ അടുത്ത് തന്നെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. और मुझे सुनने वाला कोई भी व्यक्ति जो प्रभु यीशु मसीह को अभी तक अपना हृदय में नहीं स्वीकारा है,
तो आप लोग समझना चाहिए, आपको यीशु मसीह को स्वीकारने के लिए कुछ कर्म करने की जरूरत नहीं है। यहाँ पे लिखा हुआ है कि आपका दर्द के करीब सामने जो है उन्होंने जाके खटखटा रहा है, अगर आप खोलेंगे तो उन्होंने भीतर आएंगे। तो आपका हृदय के अंदर में आने के लिए प्रभु आपके करीब हमेशा के लिए है। കർത്താവ് നമ്മളിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവത്തെ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ സമീപത്തേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ അടുത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ സമീപേ തന്നെ യേശു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിന്മേൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച, നമ്മുടെ പാപങ്ങളും ശാപങ്ങളും എല്ലാം തൻ ക്രൂശിന്മേൽ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് നിത്യജീവൻ നൽകി തന്ന ആ യേശു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വാഴുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടുകൂടെ കർത്താവ് നമ്മുടെ അടുക്കൽ തന്നെ ഉണ്ട്. കർത്താവിനെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ദൂരെ അങ്ങ് പോകേണ്ട ആവശ്യമില്ല. और प्रभु को खोजने के लिए हमें ज्यादा दूर जाने की जरूरत नहीं है, क्योंकि उन्होंने हमारे करीब में है। क्योंकि क्रूस पर हमारे लिए अपना बलिदान किया हुआ परमेश्वर यीशु मसीह जो है हमारे साथ है। उन्होंने हमारा हृदय का दरवाजा के पास खड़े हैं, और हम जो है प्रभु को ढूंढने के लिए दूर दूर जाके ढूंढने की जरूरत नहीं। उसे कहिएगा तो आप हमारा हृदय के भीतर में आएंगे और अंदर में आएंगे। हालेलुया। ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ഈ രാത്രി കേട്ടു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നതിനായിട്ട് കാണുന്നുണ്ടോ? ദൈവം എന്റെ ഹൃദയത്തിൽ വരുവാൻ തക്കവണ്ണം ഞാൻ ദൈവത്തിന് വേണ്ടി എന്റെ ഹൃദയം തുറന്നു കൊടുക്കുന്നുണ്ടോ? എന്റെ പ്രയാസഘട്ടങ്ങളിൽ, എന്റെ കഷ്ടതയുടെ ഘട്ടങ്ങളിൽ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ മടുത്തു പോകാതെ വണ്ണം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണം എന്നിൽ വിശ്വാസമുണ്ടോ എന്ന് നമുക്ക് ഈ രാത്രി നമുക്ക് പരിശോധിച്ച് നോക്കാം. आज शाम के समय में हम अपना मेरे शब्दों को मैंने यहाँ पे समाप्त करना चाहता हूँ। अपना जीवन को हम परख के देखें कि जब आप परमेश्वर को पुकारने के वक्त में प्रभु हमारा करीब है, कि हम लोग अपना हृदय का दरवाजा खुला है कि नहीं। अगर हृदय का दरवाजा खुला है तो विश्वास है कि नहीं हमारे अंदर में कि यीशु मसीह को हमारा अंदर में बैठाने के लिए, यीशु मसीह को खोजने के लिए, क्योंकि विश्वास के साथ हम उसको खोजना चाहिए। हालेलुया। വരും ദിവസങ്ങളിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യരെയൊക്കെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നവരായി, അധികം ദൈവത്തെ അന്വേഷിക്കുന്നവരായി, ദൈവത്തിന്റെ കാര്യങ്ങളിൽ മുൻഗണന കൊടുക്കുന്നവരായി കാണുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകളിൽ ചുരുക്കുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജീനോടും ഇതിനുള്ള അവസരം ഒരുക്കി തന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കേട്ട നിങ്ങളെല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. और हम लोग जो है परमेश्वर को खोजने के वक्त में विश्वास के साथ हम उसको खोजें, और जब हम खोजने के वक्त में कि हम और पुकारते हुए खोजें, और परमेश्वर जो है हमें सहायता करे। ढूंढने के वक्त में हमें मिलने वाला प्रभु है हमारा प्रभु। हालेलुया। इस प्रकार के एक अवसर जो है मुझे मिला, जो इसके लिए परमेश्वर के दास को और कलीसिया को, जितने लोग उसके पीछे हैं, उन सबको मैंने धन्यवाद देता हूँ। प्रभु आप सबको आशीष करे। हालेलुया। Hallelujah. थैंक यू Thank you, जीसस। Jesus. हालेलुया। थैंक यू फॉर द वंडरफुल वर्ड। परमेश्वर के नाम की स्तुति हो। आज का दिन के लिए फिर से हम लोग परमेश्वर को स्तुति करें, महिमा करें, क्योंकि परमेश्वर के आवाज़ फिर से सुनने के लिए प्रभु